നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF മുന്നണിക്ക് അഭൂതപൂർവമായ വിജയവും കൈവന്നു. സാധാരണ നിലയിൽ തിരഞ്ഞെടുപ്പ് സമയത്തും സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് കേട്ടുവരാറുള്ള തർക്കങ്ങളോ ഗ്രൂപ്പിസങ്ങളോ മറ്റ് വിലപേശലുകളോ ഇത്തവണ ഉണ്ടായില്ല. തികച്ചും സമാധാനപരമായിരുന്നു സ്ഥാനാർത്ഥി നിർണയവും അതോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും വളരെ ശാന്തമായും സമാധാനപരമായും എല്ലാം ഭംഗിയായി നടന്നു എന്ന് പറയാം. അതിമനോഹരമായ ഒരു റിസൾട്ടും തെരഞ്ഞെടുപ്പിലൂടെ UDF മുന്നണിക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ പതിവ് ശൈലിയായ ഗ്രൂപ്പ് തർക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഗ്രൂപ്പിസം എന്ന് പറയാനാവില്ലെങ്കിലും ഒരു പദവിക്ക് വേണ്ടി 3 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ട അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയ കാഴ്ചവെച്ച ഒരു നേതാവാണ് ശ്രീ VD സതീശൻ. ഒരു പാർട്ടിയോടും ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ ആർജവത്തോടെ തൻ്റെ കോൺഗ്രസിൻ്റെ മതേതരത്വവും ജനാധിപത്യവും അദ്ദേഹം ഉദ്ഘോഷിച്ചു. തിരഞ്ഞെടുപ്പിലുടനീളം അതീവ ആർജവത്തോടെ മറ്റേതൊരു രാഷ്ട്രീയ നേതാവും കാണിക്കാത്ത ധൈര്യത്തോടെ അദ്ദേഹം മതേതരത്വത്തിൻ്റെ വക്താവായി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. വർഗീയ ജാതീയ മത ശക്തികളുടെ വിലപേശലുകൾക്കൊന്നും തന്നെ അദ്ദേഹം ചെവി കൊടുത്തില്ല. മാത്രമല്ല ചില സാമുദായിക നേതാക്കളുടെ വർഗീയ പ്രഭാഷണങ്ങളെയും പ്രസ്താവനകളെയും അതിനിശ്ചിതമായി നിർഭയത്വത്തോടെ അദ്ദേഹം എതിർത്ത് സംസാരിക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ജാതി കോമരങ്ങളെ സമുദായ നേതാക്കളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരും സംസാരിക്കാത്തതാണ്. അതിന് വിപരീതമായിട്ടാണ് ശ്രീ VD സതീശൻ ചില വർഗീയ വിഷംതുപ്പികളെ അതിനിശ്ചിതമായി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉടനീളം സംസാരിച്ചത്. അതിൻ്റെ ഒക്കെ ഫലമായിട്ട് കൂടിയാവണം കേരളത്തിലെ ഉത്ബുദ്ധരായ പ്രബുദ്ധരായ മതേതരത്വത്തോട് പ്രതിബദ്ധതയുള്ള വോട്ടർമാർ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നണിയെ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിയെ വലിയ തോതിൽ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. ഇത്രയും ശുഭകരമാണ്. പക്ഷേ ഇനി അങ്ങോട്ടാണ് അതിൻ്റെ പ്രശ്നം ആരംഭിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് പാർട്ടിയെ നയിച്ച, തിരഞ്ഞെടുപ്പിലുള്ള ഉടനീളം സജീവ സാന്നിധ്യമായിരുന്ന, മുൻപിൽ നിന്ന് നയിച്ച, തിരഞ്ഞെടുപ്പിനെ വിജയത്തിലെത്തിച്ച മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ കേരളത്തിൽ അഭൂതപൂർവമായ വിജയത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ച, കൈപിടിച്ചു ഉയർത്തിയ ശ്രീ സതീശൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നാണ് പൊതുജനം പൊതുവെ ധരിച്ചു വെച്ചതെങ്കിലും അപ്രതീക്ഷിതമായ 2 പേരുകൾ കൂടി ആ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു തെരഞ്ഞെടുപ്പാനന്തരമുള്ള ചർച്ചകളിൽ. വെറുതെ പേരുകൾ പറഞ്ഞു കേൾക്കുകയല്ല, അവർ 2 പേരും അവരുടേതായ ഗ്രൂപ്പുകളെ സജീവമാക്കുകയും അവരുടെ വക്താക്കളെ നിയമിക്കുകയും അവരുടെ വക്താക്കൾ ഘടകകക്ഷികളെപ്പോലും കണക്കിലെടുക്കാതെ ഘടകകക്ഷികളെക്കുറിച്ച് പോലും ആക്ഷേപസ്വരത്തിൽ സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ UDFന് വോട്ട് ചെയ്ത പ്രബുദ്ധരായ വോട്ടർമാർ ഇതിനെതിരെ പ്രതികരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഇടങ്ങളിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം, VD സതീശനെ കണ്ടിട്ടാണ് ഞങ്ങൾ വോട്ട് കൊടുത്തത് UDFന് എന്ന മുദ്രാവാക്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അതേസമയത്ത് ഹൈക്കമാൻഡ് ആവട്ടെ ഒരു സംഘത്തെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നു വസ്തുതാ പഠനത്തിനായി. അവർ ആദ്യമേ സമീപിച്ചിട്ടുള്ളത് ശ്രീമാൻ AK ആന്റണിയെയാണ്. AK ആന്റണിയെ പോലെയുള്ള ചില നേതാക്കളാണ് കോൺഗ്രസിന്റെ അഡ്രസ്സ് ഇന്ത്യ ഒട്ടുക്കും കേരളത്തിൽ പ്രത്യേകിച്ചും ഇല്ലാതാക്കിയത് എന്ന വസ്തുത ഏതായാലും കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ജനങ്ങൾക്കും അറിയാമെങ്കിലും ഹൈക്കമാൻഡിന് അറിഞ്ഞുകൂടാ. കാരണം ഹൈക്കമാൻഡിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളിൽ ചിലരുടെ ഉറ്റമിത്രവും തോഴനും വിശ്വസ്തനുമാണ് ശ്രീ AK ആന്റണി. സ്വന്തം മകനെ കൂടി BJPക്ക് സമ്മാനിച്ച് കുത്തിയിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. മാന്യദേഹമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിപ്പോൾ ആരായാൻ വേണ്ടി ഹൈക്കമാൻഡ് സംഘത്തെ ഡെലിഗേറ്റ്സിനെ അയച്ചിട്ടുള്ളത്. ഇതിനിടക്കാണ് പ്രധാനപ്പെട്ട 2ാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് ലീഗ് എന്തോ ഒരു അഭിപ്രായം ശ്രീ VD സതീശന് അനുകൂലമായി പറഞ്ഞു എന്നത് കോൺഗ്രസ് നേതാക്കളെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. കാരണം വളരെ മോശമായ രീതിയിൽ ആക്ഷേപ സ്വരത്തിലാണ്
ലീഗ് എന്ന ഘടകകക്ഷിയെക്കുറിച്ച് കോൺഗ്രസിലെ ഒരു MLA അഭിപ്രായപ്പെട്ടത്. അതോടൊപ്പം തിരഞ്ഞെടുപ്പിനു മുമ്പും തിരഞ്ഞെടുപ്പിലുടനീളവും പൂർണ്ണമായും ഇടതുപക്ഷത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിനു വേണ്ടി വർഗീയ പ്രചാരണങ്ങൾ നടത്തിയ 2 സമുദായ നേതാക്കൾ പെട്ടെന്ന് രംഗത്തെത്തി ഇവിടെ VD സതീശന് എതിരാളികളായ 2 ആളുകളെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഏതായാലും ഞായറാഴ്ച ഹൈക്കമാൻഡിന്റെ ഫൈനൽ തീരുമാനം വരുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വന്നത് ഏറ്റവും നല്ല കാര്യം തന്നെ. പക്ഷേ അവർ സമീപിക്കേണ്ടിയിരുന്നത് ബഹുജനങ്ങളെയാണ്. തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിടത്തും കാണാത്ത ഒരു നേതാവിന്റെ അടുക്കലല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ടത് ആരെയെന്ന് ചോദിക്കേണ്ടത്. കോൺഗ്രസിന്റെ പരമ്പരാഗതമായ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും അനുകൂലമായ രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇടപെട്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് വോട്ട് നേടിയ വ്യക്തിയെക്കുറിച്ചോ അതല്ല പകരം വരുന്ന വ്യക്തികളെ കുറിച്ചായാലും പൊതുജനങ്ങളോടായിരുന്നു അവർ ആരായേണ്ടിയിരുന്നത് ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളത്. കാരണം പൊതുജനങ്ങളാണ് ഈ ആളുകളെ മുഴുവൻ തെരഞ്ഞെടുത്തത്, അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്തത്. അവർക്ക് തന്നെയാണ് അതിൽ അന്തിമ വാക്കും. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ജനങ്ങളുടെ അഭിപ്രായമാരായട്ടെ ഹൈക്കമാൻഡ്. മതപരമായോ ജാതീയമായോ പക്ഷം പിടിച്ച് പലപ്പോഴായി അവരുടെ പക്ഷപാതികളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെ ഒരു തരത്തിലും കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി പദത്തിലേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കരുത് എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുജന അഭിപ്രായം സ്വരൂപിക്കുകയും മതേതര ക്രെഡൻഷ്യൽസ് പാലിക്കപ്പെടുകയും ചെയ്യണം എന്നാണ് നമ്മുടെ റിക്വസ്റ്റ്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഈ വ്യക്തികളിൽ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും മറ്റ് സൗഹാർദ്ദങ്ങൾക്കും വിഘാതമാകാത്ത തരത്തിലുള്ള പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും പ്രസ്താവനകളും നടത്തിയ വ്യക്തികൾ ആരാണോ ആ ആളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അത് ജനങ്ങൾക്കാണ് അറിയുക. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ബഹുജനങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും. VD സതീശനെന്നോ KC വേണുഗോപാലെന്നോ രമേശ് ചെന്നിത്തലയെന്ന വിവേചനമൊന്നും നമുക്ക് ആർക്കും ആവശ്യമില്ല. പക്ഷേ ഇവർ 3 പേരെയും താരതമ്യം ചെയ്യുമ്പോൾ ആരാണ് കൂടുതൽ മതേതരവാദി എന്ന് നോക്കുക തന്നെ വേണം. തീർച്ചയായും കറകളഞ്ഞ മതേതരവാദികളെയാണ് കേരളത്തിലെ ഭരണകൂടത്തിന് നേതൃത്വത്തിൽ ആവശ്യം. കാരണം കഴിഞ്ഞ പിണറായി ഭരണകൂടത്തിൽ തന്നെ അതിൻ്റെ അവസാന വർഷങ്ങളിൽ അത് വല്ലാതെ കോംപ്രമൈസ് ചെയ്തു മതേതരത്വത്തോട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ വേണ്ടതിലധികം വെള്ളം ചേർത്തു. അതിൻ്റെ ഫലം കൂടിയാണ് അവരുടെ ദയനീയ തോൽവി എന്ന് കാണണം. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ആ ചുവരെഴുത്തുകൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. UDFകാർ ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും കോൺഗ്രസ്സുകാർ ശിരസ വഹിക്കുന്നവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. തീരുമാനമെടുക്കുമ്പോൾ ഹൈക്കമാൻഡ് കേവലം വ്യക്തിപരമായ ബന്ധങ്ങളെയോ സൗഹൃദങ്ങളെയോ അല്ല, കേരളത്തിലെ ജനതയുടെ മനോവികാരങ്ങളെയാണ് മാനിക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം.